ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു സംഭവം വരച്ചെടുക്കണം. ഇത് വെറുതെ വരച്ചെടുത്താൽ പോരാ, ഇതിന് കുറച്ച് സെന്റിമീറ്റർ കണക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്യണതൊന്നും തെറ്റരുത്, നല്ല കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ച വരകളില്ല, അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. സ്കെയിൽ യൂസ് ചെയ്ത് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിക്ക് മടക്കി കിട്ടും. എല്ലാ സൈഡും മടക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു സംഭവം ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇനി ഇതൊരു ബോക്സ് പോലെ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിക്കണ പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ സൈസ് തെറ്റി കഴിഞ്ഞാൽ ഇതുപോലെ മടക്കുമ്പോൾ ഇത് കൊളാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വരയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡിലും ബോക്സ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അപ്പുറത്തെ സൈഡിലും അതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊരു പേപ്പർ എടുക്കുക, അത് ഇതിൻ്റെ നടുവിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് വേറെ ഒരു പേപ്പർ എടുക്കുക, അതും ഇതിൻ്റെ നടുവിൽ ഒട്ടിച്ചു കൊടുക്കുക. അത് ഫുള്ളായിട്ട് പശ തേക്കരുത്, ആ നടുഭാഗത്ത് മാത്രമേ പശ തേക്കാൻ പാടൂ. അപ്പോൾ അത് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലൈറ്റ് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്ന് വട്ടത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലും പശ തേക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും വേറൊരു പേപ്പർ എടുത്തിട്ട് ഒട്ടിക്കുക കേട്ടോ. ഇനി ഇതുപോലത്തെ കുറച്ച് പേപ്പർ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക, കുറച്ച് അധികം ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ മുകളിൽ പശ തേക്കുക. എന്നിട്ട് ഈ സംഭവമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബോക്സ് എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കേക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. സംഭവം ഇത് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ ഫെവിക്കോളിൻ്റെ ബോട്ടിലും ഒക്കെ വെച്ച് സെറ്റാക്കി. എന്നിട്ടും ഇതിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അവസാനം എങ്ങനെയൊക്കെയോ ഇത് നിന്നു. ഇനി ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. അതാണല്ലോ ഇതിലത്തെ മെയിൻ. ഇനി ഇതൊരു റിബൺ വെച്ച് കെട്ടി കൊടുക്കുക. ഞാനാണെങ്കിൽ ഇത് കെട്ടിയിട്ടും ശരിയാവുണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെയോ ശരിയാക്കി എടുത്തു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.